നമ്മളെല്ലാവരും ഒരുപാട് തവണ കേട്ടിട്ടുള്ള കാര്യമാണ് സേവ് ചെയ്യണം സേവ് ചെയ്യണം സേവ് ചെയ്യണം. എന്നാൽ ഈ സേവിങ്സ് മാത്രം മതിയോ? നമ്മൾ സേവ് ചെയ്ത പണം നമുക്ക് വേണ്ടി പണിയെടുക്കുന്നൊരു കാര്യമുണ്ടല്ലോ, അത് വേണ്ടേ? സേവിങ്സ് മാത്രം പോരാ, നിക്ഷേപവും വേണം, ഇൻവെസ്റ്റ്മെൻറ്റ്സും വേണം. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സേവിങ്സിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചുമാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഞാൻ ടോണി, ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും കാണുക. എന്താണ് സേവിങ്സ്? നമ്മളെല്ലാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മെനക്കെട്ട് പണിയെടുക്കുന്നതെല്ലാം തന്നെ ജീവിക്കാൻ, ഒരു ഭാഗത്ത് ജീവിക്കാനും പിന്നീട് സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ്. ഈ സമ്പത്തുണ്ടാക്കുന്ന ആ ഒരു ജേണിയിൽ, ആ ഒരു യാത്രയിൽ ആദ്യത്തെ പടിയാണ് സേവിങ്സ്. നമ്മുടെ ചിലവുകളെല്ലാം കഴിച്ചതിന് ശേഷം ഒരു മിച്ച ഭാഗം നമ്മൾ മാറ്റി വെക്കുമല്ലോ, അതാണ് സേവിങ്സ്. നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ പെട്ടെന്നുണ്ടാകാൻ സാധ്യതയുള്ള അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കരുതി വെക്കുന്ന തുകയാണ് സേവിങ്സ്. ഉദാഹരണത്തിന് നമ്മൾ കയ്യിലുണ്ടാകുന്ന ഫിസിക്കൽ ക്യാഷ്, ചെറിയ ചെറിയ റിട്ടേണുകൾ മാത്രം കിട്ടുന്ന ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ട്, ചെറിയ ചെറിയ റിട്ടേൺ മാത്രം കിട്ടുന്ന ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഇതിലൊക്കെ നമ്മൾ ഇടുന്ന തുകയെല്ലാം തന്നെ സേവിങ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ സേവിങ്സ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഈ ചെറിയ റിട്ടേൺസ് മാത്രം കിട്ടുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ട് പൈസ ഇടുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷായിട്ട് തന്നെ വെക്കുക, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടോ അപ്പം നമുക്ക് പൈസ എടുക്കാം. ഇപ്പോൾ സേവിങ്സ് അക്കൗണ്ടിൽ പൈസ കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ATM ഉപയോഗിച്ച് അല്ലെങ്കിൽ ചെക്ക് ഉപയോഗിച്ച് നമുക്ക് ഉടനെ തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റും. ഇനി FDയിലാണെന്നുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് പ്രൈവറ്റ് ബാങ്കുകളിൽ FD ആണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഒറ്റ മൗസ് ക്ലിക്കിൽ ഈ FD തുക നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലോട്ട് വരും. അവിടെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഫിസിക്കൽ ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ആണെന്നുണ്ടെങ്കിലോ നമുക്ക് എപ്പോൾ ആവശ്യമുണ്ട് അപ്പം പോലെ നമുക്ക് എടുത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് സേവിങ്സിൽ നമ്മൾ പൈസ ഇട്ടാനുള്ള ഗുണം. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത തുക ഈ ചെറിയ റിട്ടേണുകൾ മാത്രം കിട്ടുന്ന ബാങ്കിൻ്റെ അക്കൗണ്ടുകളിലും അല്ലെങ്കിൽ ക്യാഷായിട്ട് കയ്യിൽ തന്നെ വെച്ചാലുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണ്? ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ പണപ്പെരുപ്പം നമുക്ക് പണി തരും. ഇവിടെയാണ് നിക്ഷേപം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ പ്രസക്തി വരുന്നത്. എന്താണ് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ്? നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അധ്വാനിച്ചുണ്ടാക്കുന്ന ഈ പൈസ നമ്മുടെ ചിലവിന് ശേഷം നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ആ തുകയാണ് നമ്മുടെ സേവിങ്സ്. ഈ സേവിങ്സ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വേണ്ടി ഒത്തിരി പണിയെടുക്കുകയല്ല. നമ്മുടെ മിച്ചം വെച്ചേക്കുന്ന പണം നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം, എന്നാലേ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ആ സമ്പത്ത് ഉണ്ടാക്കുന്ന ഒരു യാത്രയിൽ, ആ ഒരു വെൽത്ത് ക്രിയേഷൻ ജേണിയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, നിക്ഷേപം. എവിടെയൊക്കെയാണ് സാധാരണഗതിയിൽ ആളുകൾ നിക്ഷേപിക്കാറ്? ഏതൊക്കെയാണ് പോപ്പുലർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോംസ്? അതിനെക്കുറിച്ചാണ് ഇനി നമുക്ക് സംസാരിക്കാൻ പോകുന്നത്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ്. നിങ്ങളെല്ലാവർക്കും തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ടായിരിക്കും എന്നറിയാം. നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ കൂടി തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്. ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളെല്ലാം തന്നെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഷെയറുകളെല്ലാം തന്നെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഷെയറുകളെല്ലാം തന്നെ നമ്മൾ പഠിച്ച് നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് അതിലേതാണ് നല്ലത് എന്നൊക്കെ നോക്കി, പല റേഷ്യോകളും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുന്ന, ലാഭങ്ങൾ കൊയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അടുത്തത് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടും നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് വളരെ മികച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇറ്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. അതിനെക്കുറിച്ച് പിന്നീട് വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ, മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ, ഒരു ലാർജ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് അങ്ങനെയുള്ള പല വിഭാഗങ്ങളുണ്ട്. അതിൽ 3 വിഭാഗങ്ങളുമായിട്ട് ചെറിയ ചെറിയ SIPകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ മികച്ചതായിരിക്കും. സ്റ്റാർട്ടിങ് ഒരു 5,000 പെർ മന്തിൽ നിങ്ങൾ സ്റ്റാർട്ടിങ് ഒരു SIP, ഇപ്പം തന്നെ SIP സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിടുക ഫോർ എ ലോങ് ടേം. ഒരു മിനിമം ഒരു 10 ഇയേഴ്സ്, അല്ലെങ്കിൽ 7 to 10 years എങ്കിലും നിങ്ങൾ ഇടുക. ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഗോളൊക്കെ നിങ്ങൾ ക്രമീകരിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഗോളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഫോർ 7 to 10 years ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു 5,000 to 10,000 അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുക. അടുത്തൊരു പോപ്പുലർ ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയയാണ് റിയൽ എസ്റ്റേറ്റ്. അതുപോലെ തന്നെ ഗോൾഡ്. ഇന്ത്യയിൽ എല്ലാവരും തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഗോൾഡ്. ഗോൾഡ് കോയിനായിട്ടും ജ്വല്ലറി ആയിട്ടും കട്ടകളായിട്ടും ഒക്കെ മേടിച്ചിട്ട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ബോണ്ടുകൾ, ഡിബഞ്ചറുകൾ, സ്ഥിരമായിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ് ബോണ്ട് ഡിബഞ്ചേഴ്സ്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്രിപ്റ്റോ കറൻസീസ്. ഹൈലി റിസ്കി ആണ്, യു ആർ നോട്ട് റെക്കമെൻഡിങ് ദാറ്റ്.
ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം. സേവിങ്സ് എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്താണ്, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തായാലും അത് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇതുവരെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ ഇടുക. എന്താണ് ഈ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ? എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്സ്? എന്താണ് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്? സേവിങ്സ് ഓഫ് കോഴ്സ് സ്റ്റേബിളാണ്, സേഫാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതെടുക്കാം, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അതേസമയം അതിൻ്റെ ഗ്രോത്ത് റേറ്റ് വളരെ കുറവാണ്. ഒരു നോർമൽ സേവിങ്സ് അക്കൗണ്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ, ഒരു നോർമൽ ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ട് നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 4% ഒക്കെ മാത്രമേ കാണത്തുള്ളൂ പലിശ നിരക്ക്, 4% മാത്രമേ കാണത്തുള്ളൂ. അതേസമയം ഇൻവെസ്റ്റ്മെൻറ്റ്സ് റിട്ടേൺസ് ആർ ഹ്യൂജ്, എസ്പെഷ്യലി ഇഫ് യു ആർ ഇൻവെസ്റ്റിംഗ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് ഷെയർസ്. പക്ഷേ റിസ്ക് ഉണ്ട്, റിസ്ക് ഈസ് വെരി ഹൈ. ഓൾസോ ഇറ്റ് ടേക്സ് ടൈം ടു ഗ്രോ. ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വളരാനായിട്ട് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്റ്റോക്ക് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലാണ് നോക്കുന്നതെങ്കിൽ ഓൾവേസ് ഓപ്റ്റ് ഫോർ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. കുറഞ്ഞതൊരു 7 കൊല്ലം അല്ലെങ്കിൽ 7 to 10 years എങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിലാണ് മ്യൂച്വൽ ഫണ്ട്സിൽ ഒരു സ്റ്റഡി ഗ്രോത്ത് അല്ലെങ്കിൽ നല്ലൊരു അപ്രീസിയേഷൻ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. ഇനി നമുക്ക് 1-2 എക്സാമ്പിൾ നോക്കാം. സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റ്സും തമ്മിലുള്ള റിട്ടേൺസിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഉദാഹരണത്തിന് ഒരു 1 ലക്ഷം രൂപ 4% റിട്ടേൺ കിട്ടുന്ന ഒരു ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കാം. ഒരു 10 കൊല്ലത്തേക്ക്. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ റിട്ടേൺസ് ഏകദേശം ഒരു 1,48,000 രൂപ, 1,48,000 ആവും. അതേസമയം നിങ്ങൾ ഈ 1 ലക്ഷം രൂപ 12% റിട്ടേൺ തരുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ 10 കൊല്ലത്തേക്ക് കിട്ടുമെന്ന് വിചാരിക്കുക. 10 കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ ഏകദേശം 3 ലക്ഷം ആയിരിക്കും, ഡബിൾ ആയിരിക്കും കിട്ടുക. ഈ റിയൽ എസ്റ്റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 lakh rupees, ഒരു 50 ലക്ഷം രൂപ 8% വളർച്ചയുള്ള ഒരു പ്രോപ്പർട്ടിയിൽ, ഒരു ലാൻഡ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കും. നിങ്ങളൊരു ലാൻഡ് 8% എല്ലാ കൊല്ലവും വളരാൻ സാധ്യതയുള്ള, മൂല്യം വളരാൻ സാധ്യതയുള്ള ഒരു ലാൻഡിൽ, ഒരു വസ്തുവിൽ നിങ്ങൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക. 10 കൊല്ലം കഴിയുമ്പോൾ ഇതിൻ്റെ വാല്യൂ ഏകദേശം 1 കോടി രൂപയായിരിക്കും. അതേസമയം നിങ്ങൾ 50 ലക്ഷം രൂപ ഒരു സാധാരണ സേവിങ്സ് അക്കൗണ്ട് 4% റിട്ടേൺ മാത്രം കിട്ടുന്ന ഒരു സേവിങ്സ് അക്കൗണ്ട് തന്നെയാണ് ഇടുന്നതെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ മൂല്യം വെറും 75 ലക്ഷം രൂപയായിരിക്കും. 25 lakhs, 25 ലക്ഷം രൂപയാണ് വ്യത്യാസം. അപ്പോൾ എന്താ ഉത്തരം? സേവിങ്സ് മാത്രം മതിയോ, അതോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാത്രം മതിയോ, അതോ രണ്ടും വേണോ? രണ്ടും വേണം. സേവിങ്സ് ചെറിയ കാലയളവിന് വേണ്ടിയിട്ട്, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾ വരും. അപ്പം ഹോസ്പിറ്റൽ കേസ് വരികയാണ്, അല്ലെങ്കിൽ നമ്മുടെ വീടിന് ചെറിയ അറ്റകുറ്റപ്പണി വരികയാണ്, റിപ്പയേഴ്സ് വരികയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സേവിങ്സ് ആവശ്യമാണ്. അതേസമയം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഈസ് ഫോർ ലോങ് ടേം, വളരെ വിദൂരമായ ഒരു ഭാവിയിലേക്ക് വേണ്ടി നമ്മുടെ സമ്പത്ത് വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സേവിങ്സും വേണം, ഇൻവെസ്റ്റ്മെൻറ്റ്സും വേണം, അല്ലേ? അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ബാലൻസ് നമ്മൾ എങ്ങനെ കീപ്പ് ചെയ്യും? ചെയ്യാലോ. ആദ്യം ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക. 3 മാസം മുതൽ 6 മാസം വരെയുള്ള, 6 മാസം എടുക്കുക. 6 മാസം വരെയുള്ള നമ്മുടെ ചിലവുകൾക്ക് ആവശ്യമായിട്ടുള്ള തുക എത്രയാണെന്ന് നമ്മളൊന്ന് ആദ്യം കണക്കാക്കി വെക്കുക. ഈ 6 മാസത്തെ ചിലവിനുള്ള തുക നമ്മൾ ആദ്യം തന്നെ ഓരോ മാസമായിട്ട് കുറച്ച് തുക വെച്ചെങ്കിലും മാറ്റി വെച്ചിട്ട് നമ്മൾ സ്വരുക്കൂട്ടി വെക്കുക. അതിനെ നമ്മൾ എമർജൻസി ഫണ്ട് എന്ന് പറയും. ഈ എമർജൻസി ഫണ്ടിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളത് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഐഡിയ കിട്ടിയിരിക്കും. ഓക്കെ, എമർജൻസി ഫണ്ട് നമ്മൾ ഉണ്ടാക്കി, അതിനുശേഷം പിന്നീട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. എമർജൻസി ഫണ്ട് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്തിനാണ് എമർജൻസി ഫണ്ട് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആകസ്മികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിലും, ഉദാഹരണത്തിന് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായി, ഓഫ് കോഴ്സ് നമുക്ക് ഇൻഷുറൻസ് ഉണ്ടായിരിക്കാം, പക്ഷേ ഇൻഷുറൻസ് കൊണ്ട് എല്ലാം കവർ ചെയ്യണമെന്നില്ല. അപ്പോൾ പിന്നീട് നമുക്ക് ചിലവ് വരാം. ഉദാഹരണത്തിന് നമ്മുടെ ഇൻഷുറൻസ് സം അഷ്യൂർഡ്, ഹെൽത്ത് ഇൻഷുറൻസിന് സം അഷ്യൂർഡ് 5 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നേക്കുന്ന മൊത്തം ചിലവ് 10 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് 5 ലക്ഷം രൂപ കയ്യിൽ നിന്ന് ഇടണം. അപ്പോൾ 5 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടാവണമല്ലോ. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എമർജൻസി ഫണ്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ എമർജൻസി ഫണ്ട് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. എത്രയും നേരത്തെ നിങ്ങൾ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലത്. നിങ്ങളിപ്പം ഒരു 20s നിങ്ങൾ നിങ്ങളുടെ ജോലി സ്റ്റാർട്ട് ചെയ്തേ ഉള്ളുവെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഇൻവെസ്റ്റിംഗ്. എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും വലിയ സമ്പത്ത് നമുക്ക് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റുകൾ ഇടുക. തുടർന്നും പേഴ്സണൽ ഫിനാൻസുമായിട്ടും വെൽത്ത് ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ഈ ചാനലിൽ ഇടുന്നതായിരിക്കും. താങ്ക് യു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം, അതുപോലെ എമർജൻസി ഫണ്ട്, ഈ 2 ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ കാണുക, ഉപകാരപ്രദമായിരിക്കും.